ഓക്കെ, വെൽക്കം ബാക്ക്. മൊഡ്യൂൾ നമ്പർ 2 അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിക്കകത്ത് മീൻ, മീഡിയൻ, മോഡ് ആൻഡ് ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ കഴിഞ്ഞ ഉടനെ വരുന്ന പാർട്ടാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഓക്കെ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ ആദ്യം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഡിസ്പേർഷൻ എന്താണെന്നുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഡിസ്പേർഷൻ എന്നുള്ള വേർഡിൽ തന്നെ അല്ലെങ്കിൽ വാരിയബിലിറ്റി എന്നാണ് അതിൻ്റെ മീനിങ്. വാരിയബിലിറ്റി ഇൻ ദ സൈസ് ഓഫ് ദി ഐറ്റംസ്. വാരിയബിലിറ്റി ഇൻ ദ സൈസ് ഓഫ് ദി ഐറ്റം. എന്താ ഈ വാരിയബിലിറ്റി എന്ന് പറയാൻ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ 2 സീരീസ് കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും നിങ്ങൾ മീന് കണ്ടു നോക്കിയാൽ 35 കിട്ടുക. രണ്ടിൻ്റെയും ആവറേജ് കണ്ടാൽ നിങ്ങൾക്ക് 35 കിട്ടുക, അർത്തമെറ്റിക് മീൻ കണ്ടാൽ. ഓക്കെ, ബട്ട് നിങ്ങളിത് നോക്കിയേ, ഫസ്റ്റ് സീരീസ് ആണെങ്കിൽ സീരീസ് 1 എല്ലാ നമ്പേഴ്സും 35 ആണ്. ദർ ഇസ് നോ വാരിയബിലിറ്റി ഇൻ ദ സൈസ് ഓഫ് ദി ഐറ്റംസ്. ഐറ്റംസിൻ്റെ സൈസിൽ വാരിയബിലിറ്റി ഉണ്ടോ? ഇല്ല. ബട്ട് സീരീസ് 1ൻ്റെ കേസിലാണെങ്കിൽ ദേ വാരീസ്, റൈറ്റ്? സോ ഡിസ്പേർഷൻ മെഷർ ചെയ്യുന്നത് ഈ വാരിയബിലിറ്റി ആണ്. ഡിസ്പേർഷൻ റെഫേഴ്സ് ടു ദ വാരിയബിലിറ്റി ഇൻ ദ സൈസ് ഓഫ് ദി ഐറ്റം. ഒരു സെൻറ്റൻസും കൂടെ വേണ്ടെങ്കിൽ ഇതും കൂടെ എഴുതാം. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ സ്പ്രെഡ് ഓർ സ്കാറ്റർ ഓഫ് ദ വാല്യൂ ഇൻ എ സീരീസ്. It indicates the lack of uniformity in the size of the item. ഇവിടെ എല്ലാം യൂണിഫോം ആണ്, ഒരുപോലെയാണ്. ഇത് ഡിസ്പേർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലാക്ക് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോമിറ്റി ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, വീണ്ടും കാണാം ഇതിൻ്റെ വേറൊരു സംഭവം കൂടെ. ഓക്കെ, പർപ്പസ് ഞാൻ പറയുന്നില്ല, വരില്ല എന്ന് വിചാരിക്കല്ലേ. എനിവേ, റിലയബിലിറ്റി, ഡാറ്റയുടെ റിലയബിലിറ്റി, വാരിയബിലിറ്റി മെഷർ ചെയ്യാൻ, റിലയബിലിറ്റി, വാരിയബിലിറ്റി ആൻഡ് കൺട്രോൾ. ഓക്കെ, എനിവേ അത് വരില്ലായിരിക്കും. ഇതിലധികവും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രോബ്ലം പാർട്ടാണ്. ചെറിയ തിയറീസ്, അതായത് മീൻ ഡീവിയേഷൻ എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ, ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താ, റേഞ്ച് എന്താന്നൊക്കെയുള്ള ചെറിയ തിയറി ക്വസ്റ്റ്യനും പ്രോബ്ലം മീൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ കാണുന്ന പ്രോബ്ലമാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രോപ്പർട്ടീസ് ഓഫ് ഇത് കാണാം, നിങ്ങൾക്ക് നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ പഠിക്കാം. ഓക്കെ, അടുത്തത് ഡിസ്പേർഷൻ്റെ ടൈപ്സ് ആണ്. ഡിസ്പേർഷനെ നമ്മൾ 2 രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആബ്സല്യൂട്ട് മെഷറും റിലേറ്റീവ് മെഷറും. ആബ്സല്യൂട്ട് മെഷറും റിലേറ്റീവ് മെഷറും. ഈ ആബ്സല്യൂട്ട് മെഷറിൽ വരുന്ന 4 എണ്ണത്തിൻ്റെ പേരാണ് ഇവിടെ കാണുക. അപ്പം ഈ മെഷർ ഓഫ് ഡിസ്പേർഷൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് എഴുതുക. ആബ്സല്യൂട്ട് മെഷർ, റിലേറ്റീവ് മെഷർ. ആബ്സല്യൂട്ട് മെഷറിനകത്ത് 4 എണ്ണം. അതിലൊന്ന് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം ആബ്സല്യൂട്ട് മെഷറിൽ 4 എണ്ണം പഠിച്ചു. ഇനി റിലേറ്റീവ് മെഷർ എന്ന് പറയുമ്പോൾ ഇതേ സാധനം തന്നെയാണ്, ബട്ട് എഴുതുമ്പം അതിൻ്റെ മുന്നിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വാരിയേഷൻ. സോ റിലേറ്റീവ് മെഷറും 4 എണ്ണം, ആബ്സല്യൂട്ട് മെഷറും 4 എണ്ണം. ഓക്കെ, സോ അത് ഓർമ്മിച്ച് വെക്കുക. നമുക്ക് ആദ്യം റേഞ്ചിനെ നോക്കാം. റേഞ്ച് അധികവും ചെറിയ മാർക്കിന് കാണാം. റേഞ്ച് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസ്പേർഷനാണ്, മെഷർ ഓഫ് ഡിസ്പേർഷനാണ് റേഞ്ച്. അതിൻ്റെ ഇക്വേഷൻ ഹൈ വാല്യൂ നിന്ന് ലോ വാല്യൂ മൈനസ് ചെയ്യുക. ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂ. റേഞ്ചിൻ്റെ ഇക്വേഷൻ, റേഞ്ചിൻ്റെ ആബ്സല്യൂട്ട് മെഷറിൻ്റെ ഇക്വേഷൻ ഹൈ വാല്യൂ മൈനസ് ലോ വാല്യൂ, ഹയസ്റ്റ് ഐറ്റം മൈനസ് ലോവസ്റ്റ് ഐറ്റം. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, അതായത് റിലേറ്റീവ് മെഷറിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാണുമെങ്കിൽ ഇക്വേഷൻ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ. ഇതാ ഒരു സീരീസിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഹയസ്റ്റ് വാല്യൂ ഏതാന്ന് നമുക്ക് അറിയാം, 85. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ, 10. ഇത് രണ്ടും മൈനസ് ചെയ്താൽ റേഞ്ചായി. ഇനി ഇത് കണ്ടുപിടിക്കാൻ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ. ഓക്കെ, കമ്പയർ ദ 2 സീരീസ് യൂസിങ് റേഞ്ച്. ഈ 2 സീരീസിൻ്റെ അപ്പോൾ 2 എണ്ണം വേറെ കാണാം. എയും കാണാം, ബിയും കാണാം. ഓക്കെ, വാരിയബിലിറ്റി യൂസിങ് റേഞ്ച് എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണ് കാണേണ്ടത്. ഓക്കെ, 2 സീരീസിൻ്റെ വാരിയബിലിറ്റി റേഞ്ച് യൂസ് ചെയ്ത് കാണാൻ പറയുമ്പം കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണ് കാണേണ്ടത്. ഓക്കെ, വാരിയബിലിറ്റി എന്ന് പറയുമ്പം കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണെങ്കിൽ റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ അല്ലെങ്കിൽ മീൻസ് എല്ലാത്തിൻ്റെയും കോഎഫിഷ്യൻ്റ് കണ്ടുവയ്ക്കണം. ഓക്കെ, വാരിയബിലിറ്റി ചോദിച്ചാൽ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. എൻ്റെയും ബീൻ്റെയും വേറെ കാണണം. 2 സീരീസ് ആണെങ്കിൽ റേഞ്ചൊക്കെ കാണാൻ പറയുമ്പോൾ 2ൻ്റെയും വേറെ കാണണം. ഓക്കെ, സി
ഇനി റേഞ്ച് ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലാണ് പഠിച്ചത്. ഇനി ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയും കൂടെ വരുമ്പം എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു മാറ്റവും ഇല്ല. നോക്ക്, ഫ്രീക്വൻസീനെ ഇവർ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. വെയ്റ്റിൻ്റെ കോളം, എക്സിൻ്റെ കോളം മാത്രം എടുക്കുക, അതിലുള്ള ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. സി ഓക്കെ, റേഞ്ചിൻ്റെ ഇതിൽ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ ചെയ്ത പോലെ തന്നെയാണ് ഡിസ്ക്രീറ്റ് സീരീസിലും ഈ ഒരു സംഭവം ഫ്രീക്വൻസി എന്ന് പറയുന്ന സാധനത്തിന് കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല. റേഞ്ച് ഇൻ കണ്ടിന്യൂസ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോൾ റേഞ്ച് കാണാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതാണ് നമ്മുടെ എക്സ്, ഇത് നമ്മളെ ഫ്രീക്വൻസി ആണ്. സോ ഫ്രീക്വൻസി കോളം കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഹയസ്റ്റ് വാല്യൂ ഇസ് 60 ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഇസ് 10. സോ 60 - 10 50 വരും. ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാണാനും ഇത്. ഓക്കെ, സോ ഫൈൻഡിങ് റേഞ്ച് ഫ്രീക്വൻസീസ് ആർ നോട്ട് കൺസിഡേർഡ്. ഇൻഡിവിജ്വൽ സീരീസിലാണെങ്കിൽ ഫ്രീക്വൻസി ഉണ്ടാവില്ല, ബാക്കി രണ്ടിലും ഫ്രീക്വൻസി ഉണ്ടാവും, നിങ്ങളത് കാണേണ്ട കാര്യമില്ല. സോ യൂസസ് വരും എന്നറിയില്ല. മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ് ചിലപ്പോൾ ചെറിയ മാർക്കിന് 2 മെറിറ്റ് പറ, 2 ഡിമെറിറ്റ് പറ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, സിമ്പിൾ ഈസി ടു കാൽക്കുലേറ്റ് എന്നായില്ലടോ. ഓക്കെ, എനിവേ അതൊന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് രണ്ടാമത്തത്. സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നും കൂടെ ഇതിൻ്റെ വേറൊരു പേരാണ്. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ Q3 - Q1/2 ആണ്. സോ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പാർട്ടീഷൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് വരുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ Q3 ആൻഡ് Q1 എന്ന് പറയുന്ന സംഭവങ്ങൾ. ഓക്കെ, സോ നമുക്കത് പറയാം. ഇക്വേഷൻ നമുക്ക് നോക്കാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ Q3 - Q1 /2. Q3 - Q1 /2. Q3 അറിയില്ല, Q1 അറിയില്ലല്ലോ. ഓക്കെ, ഇനി ആബ്സല്യൂട്ട് മെഷറിലാണെങ്കിലുള്ള ഇക്വേഷനും പഠിച്ചു വെക്കുക. Q3 - Q1 / Q3 + Q1. റേഞ്ചിലായിക്കോട്ടെ താഴെയാണ് പ്ലസ് വരുന്നത്. ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡ് ബൈ ഹയസ്റ്റ് പ്ലസ് ലോവസ്റ്റ് വാല്യൂ. സോ ഇതിൽ രണ്ടിലും പ്ലസ് താഴെയാണ് വരുന്നത്. ഓക്കെ, സോ ഇൻഡിവിജ്വൽ സീരീസിൽ ആദ്യം ചെയ്യണം. ഇൻഡിവിജ്വൽ സീരീസിൽ നമുക്ക് Q1ഉം Q3യും കണ്ടുപിടിക്കാൻ അറിയണം. Q1ഉം Q3യും. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ വേർഷനിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പാർട്ടീഷൻ വാല്യൂ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് എടുത്ത് തന്നിട്ടുണ്ടാവും. ബിക്കോസ് അതില്ലാണ്ട് അവരിങ്ങോട്ടേക്ക് വരില്ല. സോ ഞാനിവിടെ ഒരു ഫാസ്റ്റ് മോഡിൽ അതങ്ങോട്ട് പറയുകയാണേ. ആദ്യം നമ്മൾ ഈ മീഡിയൻ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. ഓക്കെ, മീഡിയൻ എന്ന് പറഞ്ഞാൽ Q2 ആണ്. മീഡിയൻ്റെ വേറൊരു പേരാണ് Q2. ഓക്കെ, ഒരു സീരീസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളത് മീഡിയൻ എന്ന് പറയാം അല്ലേ, മിഡിൽ മോസ്റ്റ് ആയിട്ട് അല്ലേ, 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പം Q1ഉം ഉണ്ട് Q3യും ഉണ്ട്. ഓക്കെ, സോ ഇത് മീഡിയനെ ബേസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുക. മീഡിയൻ്റെ ഇക്വേഷൻ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ n+1/2 ഐറ്റം ആയിരുന്നു. ഓക്കെ, സോ Q1ന് n+1/4. ഒരു സീരീസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. എനിവേ n+1/4ഉം Q3യും ആണെങ്കിൽ n+1/4 × 3. ഓക്കെ, × 3 ഇതാണ് നമ്മുടെ ഇക്വേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് ചെയ്ത് നോക്കാം. വെരി സിമ്പിൾ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. n+1/4 ഐറ്റം, n+1/4 × 3 ഐറ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതി. ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് ആദ്യം അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ നമ്മൾ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ ആയിക്കോട്ടെ, Q1 ആയിക്കോട്ടെ, Q3 ആയിക്കോട്ടെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിസെൻഡിങ് അസെൻഡിങ്ങിലോട്ട് ആക്കുക. അതിനുശേഷം n എഴുതുക. കൗണ്ട് ചെയ്തിട്ട് 11 കിട്ടി. n+1/4 ഐറ്റം കാണാം, തേർഡ് ഐറ്റം. അപ്പോൾ 1 2 3 25. അതേപോലെ Q3യും കാണാം, n+1/4 × 3. ഇപ്പോൾ n+1/4 × 3 എന്ന് പറയുമ്പോൾ 11+1/4 × 3, അതായത് 12/4 × 3. അപ്പോൾ ഇത് രണ്ടും സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും 3 × 3 9. അപ്പോൾ 9th ഐറ്റം 1 2 3 4 5 6 7 8 9 42 കിട്ടും. ഓക്കെ, അധികം ആളും ഇതിപ്പോൾ 9 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് പോകും. ഓക്കെ, ആ തിരക്കിനിടയിൽ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. നമുക്കിവിടെ സൈസാണ് കിട്ടുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുത്തെഴുതണം. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഇനി
നിങ്ങളോട് ജസ്റ്റ് ഒരു ചെറിയ മാർക്കിന് ഈ സെമി ഇല്ലാണ്ട് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷനും നിങ്ങൾക്കിവിടെ കാണാം. Q3 മൈനസ് Q1, Q3 മൈനസ് Q1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് കിട്ടും. സോ ഇവിടെ നമ്മൾ 3 എണ്ണം പഠിച്ചു. ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയാലോ. Q3 Q1 കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇവിടെ ഇൻറ്റു 3 ഉണ്ട്, ഇവിടെ ഇൻറ്റു 3 ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോബ്ലത്തിൽ ഇവിടെ പോയിന്റ് വരുമ്പോൾ എന്താണെന്നുള്ളതാണ്. എനിവേ ഇവിടെയും ക്വാർട്ടൈൽ ഡീവിയേഷനും അതിൻ്റെ 3 എണ്ണവും കണ്ടുപിടിക്കണം. ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. ഇതിന് ആദ്യം ഇൻഡിവിജ്വൽ സീരീസിനെ നമ്മൾ ആദ്യം അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് എണ്ണി 10 കിട്ടിയിട്ടുണ്ട്. Q1ൻ്റെ ഇക്വേഷൻ എഴുതി. കിട്ടിയത് 2.75th ഐറ്റമാണ്. സോ സൈസ് ഓഫ് 2.5 ഇങ്ങനെ എഴുതണം. രണ്ടാമത്തെ ഐറ്റം 9 ആണ്. രണ്ടാമത്തെ ഐറ്റം അസെൻഡിങ് ഓർഡറിലാക്കി 9 ആണ്. പ്ലസ് ഈ 0.75 ഇങ്ങോട്ട് എടുക്കുക. 0.75 ബ്രാക്കറ്റിൽ തേർഡ് ഐറ്റം മൈനസ് സെക്കൻഡ് ഐറ്റം. തേർഡ് ഐറ്റം മൈനസ് സെക്കൻഡ് ഐറ്റം. 2 കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് 3 മൈനസ് അഗെയിൻ 2. 3 തേർഡ് ഐറ്റം മൈനസ് തേർഡ് ഐറ്റം എന്ന് പറയുന്നത് 10 ആണ്. 1 2 3 10 ആണ്. സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് 9 ആണ്. സോ 10 മൈനസ് 9 കിട്ടും. ഇവിടെ 1 കിട്ടും. സോ യുവർ ആൻസർ ഈസ് 9.75. ഇവിടെ കിട്ടിയിട്ടുണ്ട് 9.75. അതേപോലെ നിങ്ങൾ അടുത്തത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 8.25 കിട്ടുക. അപ്പം നിങ്ങൾ പറഞ്ഞ എങ്ങനെ ചെയ്യാം? അപ്പം 8.25 അല്ലേ. അപ്പം 8th ഐറ്റം പ്ലസ് 0.25 ബ്രാക്കറ്റിനകത്ത് 9th ഐറ്റം 8 കഴിഞ്ഞിട്ടുള്ള മൈനസ് 8th ഐറ്റം. ഓക്കെ, ഇവിടെ ചെയ്താണ് സെയിം. ഇത് 8th ഐറ്റം ഇസ് 29 പ്ലസ് 0.25, 9th ഐറ്റം 45 മൈനസ് അഗെയിൻ 8th ഐറ്റം. ഇവിടെ 33 കിട്ടിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, കോഎഫിഷ്യൻ്റ് ആണ് വാരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 2 സീരീസ് തന്നിട്ടുണ്ട്. 2 സീരീസിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. 2 സീരീസിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് കോഎഫിഷ്യൻ്റ് ഇപ്പം ഇത് നോക്കിക്കോ. 2 സീരീസ്, ഇത് സീരീസ് 1ൻ്റെ ആണ്. ഇത് സീരീസ് 1ൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇതാണ് കിട്ടിയത്. ഇനി സീരീസ് 2ൻ്റെത് ഇതാണ് കിട്ടിയത്. ഓക്കെ, ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ വാരിയബിലിറ്റി വരുന്നത്? സീരീസ് 1-ൽ അല്ലേ. ഇവിടെ 0.25 ആണ്, 0.34. സോ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഗ്രേറ്റർ ഇൻ കേസ് ഓഫ് സീരീസ് 1. 2 സീരീസ് തരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷനും കൂടെ എഴുതണം. ഓക്കെ, ഇൻഡിവിജ്വൽ സീരീസിൻ്റെയാണ് പറഞ്ഞത്. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൻ്റെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൻ്റെയിലും ഇക്വേഷനിൽ വലിയ മാറ്റമൊന്നുമില്ല. ബട്ട് ഇവിടെ n എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ n എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആയിരിക്കും. റേഞ്ചിൽ മാത്രമാണ് ഫ്രീക്വൻസീനെ കൺസിഡർ ചെയ്യാത്തത്. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുമ്പം ഡിസ്ക്രീറ്റ് സീരീസ് വരുമ്പം n എന്ന് പറയുന്നത് ഫ്രീക്വൻസീൻ്റെ ടോട്ടലാണ്. ഓക്കെ, ഇക്വേഷൻസ് ഇവിടെ കാണാം. ഓക്കെ, ഇവിടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷനും കാണാം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. കുറേ എന്തെല്ലോ മെസ്സേജസ് വരുമ്പോൾ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത്. ഐ ആം സോ സോറി. സൈസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അപ്പോൾ എക്സും തന്നിട്ടുണ്ട്, എഫും തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മീഡിയൻ കണ്ടുപിടിക്കുന്നത് ഓർമ്മിച്ച് നോക്കുക. മീഡിയനിൽ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടിട്ടുണ്ട്. കുമുലേറ്റീവ് ഫ്രീക്വൻസി അതേപോലെ തന്നെ ഇവിടെയും കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. എന്നിട്ട് നമ്മൾ n+1/4 ഐറ്റം ചെയ്താൽ 17.5 കിട്ടുക. കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഏറ്റവും അടുത്ത നമ്പർ ഏതാണെന്ന് നോക്കാം. മീഡിയനിൽ ചെയ്ത പോലെ തന്നെ. അപ്പം 17.5 കഴിഞ്ഞിട്ട് ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നത് ഇതാണ്. സോ ഇത് നേരെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവിടെ സൈസ് 10 ആണ്. ദിസ് റെഫേഴ്സ് ടു സൈസ് 10. അപ്പോൾ നമ്മളിവിടെ Q1 10 കിട്ടി. ഇതേപോലെ നമ്മൾ Q3ൻ്റെ ഇക്വേഷൻ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇവിടെ കിട്ടിയത് 52.5 ആണ്. അപ്പോൾ ഇവിടെ 52.5 കഴിഞ്ഞ് ഏറ്റവും അടുത്ത് വരുന്നത് 56 ആണ്. അപ്പോൾ അതിൻ്റെ നേരെയുള്ള എക്സ് കോളത്തിൽ സെലക്ട് ചെയ്തപ്പം Q3 നമുക്ക്
19 കിട്ടി, മീഡിയൻ ചെയ്ത പോലെ തന്നെ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏതാണോ ചോദിച്ചത് അതിലോട്ട് നമ്മൾ ഇക്വേഷൻ എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷനിൽ ഒരു മാറ്റവും ഇല്ല, ഇക്വേഷനുകളിൽ ഒരു മാറ്റവും ഇല്ല. അതായത് ക്വാർട്ടൈൽ ഡീവിയേഷനും നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് കാണുന്ന ഇക്വേഷനിൽ ഒരു മാറ്റവും ഇല്ല ഒരു സീരീസിലും. 3 ടൈപ്പ് ഓഫ് സീരീസിലും ഒരേത് തന്നെ. ഇവിടെ മാറുന്നത് Q1ഉം Q3യും കണ്ടുപിടിക്കുന്നതാണ്. അവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ആയിരുന്നു, ഇവിടെ n എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. സോ കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടിട്ട് ഇതാ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. ഇനി കണ്ടിന്യൂസ് സീരീസിലാണെങ്കിൽ Q1 എന്ന് പറഞ്ഞാൽ ഇക്വേഷനിൽ എഗെയിൻ ചേഞ്ച് n/4 ഐറ്റം. n എന്ന് പറയുന്നത് ഫ്രീക്വൻസീൻ്റെ ടോട്ടലാണ്. ഇവിടെ n+1 എന്ന് പറയുന്ന പരിപാടിയില്ല. ഓക്കെ, ഇത് അതേപോലെ ഈ ഒരു സാധനം നിങ്ങൾക്ക് 3n/4 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, n/4 × 3 എന്ന് പറഞ്ഞാൽ 3n/4. സോ ഈ 2 ഇക്വേഷൻ ചേഞ്ചസ് വന്നു. ബാക്കി പിന്നെയോ ഇതിന് ശേഷമോ നമ്മൾ മീഡിയനിൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഇത് ഏത് ക്ലാസ്സിലാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം ഒരു ഇൻ്റർപോലേഷൻ ഇക്വേഷൻ യൂസ് ചെയ്യാനുണ്ട്. ആ ഇൻ്റർപോലേഷൻ ഇക്വേഷൻ യൂസ് ചെയ്യുക. മീഡിയൻ പഠിച്ച ആണെങ്കിൽ വളരെ സിമ്പിളാണ്. മീഡിയൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, L1 + n/2 മൈനസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഇൻറ്റു C. ഇതായിരുന്നു ഇക്വേഷൻ. ഇവിടെ n/2 അല്ല, ഇവിടെ ആരാ ഉള്ള n/4. സോ ഇക്വേഷനിൽ ഇവിടെ മാത്രം ചേഞ്ച് വരും, n/4 Q1ൻ്റെ ഇക്വേഷനിൽ. ഇനി Q3 കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നമ്മൾ 3n/4 അല്ലേ യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും, 3n/4. ഓക്കെ, മീഡിയനെ പോലെ തന്നെ, ഓൺലി ഡിഫറൻസ് ഇസ് ദിസ് തിങ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. ഇതാണ് ക്വസ്റ്റ്യൻ, ദിസ് വൺ. സോ കുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്യുക. കുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്തതിന് ശേഷം n/4 ഐറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും, 155. ഏറ്റവും അടുത്ത് വരുന്നത് 173 ആണ്. സോ 173ൻ്റെ ഇതാണ് നമ്മുടെ Q1ൻ്റെ ക്ലാസ്. ഓക്കെ, 30 to 40. ഇനി ഇൻ്റർപോലേഷൻ ഇക്വേഷൻ ഉപയോഗിക്കുക. L1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 30 + n/4. n/4 ഇസ് n/4 അല്ല, n/4 എത്രയാ, ദിസ് വൺ, മൈനസ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ മുന്നത്തെ ക്ലാസ്, പ്രിസീഡിങ് ക്ലാസ്, തൊട്ട മുകളിലത്തെ ക്ലാസ്, ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ്. സെയിം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി, കുമുലേറ്റീവ് ഫ്രീക്വൻസി തൊട്ട മുകളിൽ ഇൻറ്റു ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 30 - 10, അതായത് 10. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Q1 കിട്ടും. സെയിം പ്രൊസീജിയർ Q3യിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. സെയിം ആണ്, ഇവിടെ മാത്രമേ ഇക്വേഷനിൽ മാറ്റമുള്ളൂ. അങ്ങനെ Q3യും കിട്ടും. ദെൻ ഇക്വേഷൻ ഇത് തന്നെ സെയിം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ സെയിം ആണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നൗ ദിസ് തിങ്, ഇത് നമ്മുടെ വേജസ് എബവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, ക്ലാസ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. എബവ് 10, അപ്പോൾ 10 to 20 അല്ലേ, എബവ് 10 to 20, എബവ് 20 പറയുമ്പോൾ 20 to 30. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ക്ലാസ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്പർ ഓഫ് വർക്ക് ഇതാ, ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്, ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷനും റേഞ്ചും കണ്ടു. നമ്മൾ പഠിച്ചത് റേഞ്ചാണ്. റേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ. ഓക്കെ, ഇവിടെ താഴെ പ്ലസ് ആണ് വരുന്നത്, താഴെ പ്ലസ് മുകളിലാണ് മൈനസ്. ഓക്കെ, താഴെയാണ് പ്ലസ്. അടുത്തത് നമ്മൾ പഠിച്ചത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇക്വേഷൻ Q3 - Q1 ഡിവൈഡഡ് ബൈ 2 ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1 ഡിവൈഡഡ് ബൈ Q3 + Q1. ഇവിടെയും പ്ലസ് താഴെയാണ് വരുന്നത്. ഓക്കെ, സോ ഇൻഡിവിജ്വൽ സീരീസ് ആയിക്കോട്ടെ, ഡിസ്ക്രീറ്റ് സീരീസ് ആയിക്കോട്ടെ, കണ്ടിന്യൂസ് സീരീസ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഇക്വേഷൻ ഇത് തന്നെ. ഡിഫറൻസ് എന്ന് വരുന്നത് ഇവിടെയാണെങ്കിൽ ഫ്രീക്വൻസീനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല, സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെയാണെങ്കിൽ Q3 ഇൻഡിവിജ്വൽ സീരീസിലെ Q3 n+1/4 ഐറ്റമാണ്. Q1 ആൻഡ് Q3 എന്ന് പറയുന്നത് n+1/4 × 3 ഐറ്റമാണ് ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. ഇനി ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ ഈ n എന്ന് പറയുന്നത് ഇങ്ങനെയാവും, n+1/4 ഐറ്റവും ഇവിടെയാണെങ്കിൽ n+1/4 × 3 ഐറ്റവും ആവും. ഇവിടെ നമ്മൾ കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് അതിലെവിടെയാണോ ഈ സംഭവം വരുന്നത് അതിന് നേരെയുള്ള എക്സ് വാല്യൂ ആണ് നമ്മൾ എടുക്കുക. ഓക്കെ,
ഇനി ഇൻഡിവിജ്വൽ സീരീസിലാണെങ്കിൽ ഇക്വേഷൻ Q1ൻ്റെ ഇക്വേഷൻ n/4 ഐറ്റം ആണ്. അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇട്ടിട്ട് നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ Q3 കണ്ടുപിടിക്കാൻ 3n/4 ഐറ്റം കാണും. അതിനുശേഷം നമ്മൾ ഇൻ്റർപോളേഷൻ ഇക്വേഷൻ യൂസ് ചെയ്യും. ഇൻ്റർപോളേഷൻ ഇക്വേഷൻ L1 + 3n/4 - CF/F × C. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. മീൻ ഡീവിയേഷൻ. ഓക്കെ, മീൻ ഡീവിയേഷൻ ഞാൻ ചെറുതിൽ ഷോർട്ടിൽ MD എന്ന് എഴുതാണ്. മീൻ ഡീവിയേഷൻ ആസ് യൂഷ്വൽ നിങ്ങൾ എഴുതാൻ പാടില്ല, നിങ്ങൾ മീൻ ഡീവിയേഷൻ തന്നെ എഴുതണം. മീൻ ഡീവിയേഷൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതാം. മീൻ ഡീവിയേഷൻ്റെ ഇക്വേഷൻ σD/n. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഈ കിട്ടിയ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ അല്ലെങ്കിൽ മീഡിയൻ അല്ലെങ്കിൽ മോഡ്. അതായത് മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ആവാം, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ മോഡ് ആവാം, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ മീഡിയൻ ആവാം. സോ ഇതാണ് ഈ രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ്. ഇനി വാട്ട് ഈസ് ദിസ് ഡി? ഈ ഡി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ട് കുറേ വാല്യൂസ് തരുമല്ലോ ക്വസ്റ്റ്യനിൽ. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഡി എന്ന് എഴുതാം. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയും മീനിന് വെച്ചിട്ടാണോ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ടത്, മീഡിയൻ വെച്ചിട്ടാണോ കണ്ടുപിടിക്കേണ്ടത്, മോഡ് വെച്ചിട്ടാണോ കണ്ടുപിടിക്കേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ തരും. ഇപ്പം മീൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഈ എക്സ് തരുമല്ലോ, അതായത് ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ എക്സ് തരുമല്ലോ. എക്സ് തരുവാണെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ മീൻ കണ്ടുപിടിക്കാം. ഇൻഡിവിജ്വൽ സീരീസിൻ്റെ മീൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ XL ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. മീൻ കണ്ടുപിടിച്ചതിന് ശേഷം ഈ കോളം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് പറഞ്ഞാൽ എക്സ് മൈനസ് മീൻ. എക്സ് നിന്ന് മീൻ മൈനസ് ചെയ്യുക. ഇപ്പം 5, 10, 15 എന്നും ഇവിടെ നമുക്ക് 20 കിട്ടിയെന്ന് വെച്ചോ മീൻ. അപ്പോൾ നമ്മൾ 5 - 20, 10 - 20, 15 - 20 എന്ന് പറഞ്ഞിട്ട് ഇത് ഈ കോളം ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യും. എന്നിട്ട് സിഗ്മ ഡി ആണ്. ഇവിടെ നമ്മളിതൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം 5 - 20 എന്ന് പറയുമ്പോൾ -15 ആൻസർ അല്ലേ. 5 - 20 ഇവിടെ സൈൻ ഇഗ്നോർ ചെയ്തിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ നമ്മൾ 15 എന്ന് എഴുതിയത്. ഇവിടെ 10 - 20 മൈനസ് ചെയ്താൽ -10 ആൻസർ. പക്ഷേ നമ്മളത് സൈൻ ഇടാണ്ട് 10 എന്ന് എഴുതാം. 15 - 20 മൈനസ് ചെയ്താൽ -5 ആണ്. പക്ഷെ നമ്മൾ സൈന് ഇഗ്നോർ ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ. മീൻ എന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ. സോ ഇതാണ് സീരീസ്. ഇതിങ്ങനെ എഴുതാം. എന്നിട്ട് മീൻ കണ്ടുപിടിക്കുക. മീൻ കണ്ടുപിടിക്കാൻ സിഗ്മ x/n മീൻ കിട്ടി 53.3. അതിനുശേഷം ഈ കോളം ഡി രണ്ട് പാരലൽ ലൈനിനകത്ത് ഡി എഴുതുക. സൈനിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ എക്സ് 25 മൈനസ് മീൻ ഇത് കിട്ടും. ഇഗ്നോർ ദ സൈൻ. 63 മൈനസ് ഇത് മീൻ. 85 മൈനസ് മീൻ. 75 മൈനസ് മീൻ. അങ്ങനെ എല്ലാത്തുനിന്നും മീൻ മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് ഡി, പാരലൽ ലൈനിനകത്ത് ഡി. ഇനി അത് മുഴുവനായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ സിഗ്മ d/n. സിഗ്മ d/ ഇവിടെ 236.4 കിട്ടും. ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ n നമ്പർ ഓഫ് ഐറ്റം ആയിരിക്കും ഇങ്ങനെ എണ്ണിയിട്ടുള്ളത്. അങ്ങനെ നമുക്കിവിടെ മീൻ ഡീവിയേഷൻ കിട്ടി. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ മീൻ ഡീവിയേഷൻ്റെ ഇക്വേഷൻ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ. മീൻ ഡീവിയേഷൻ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ മീൻ. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ മീഡിയൻ എന്നാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യാമെന്നാണ് അടുത്തത്. മീഡിയൻ. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ഈ ഒരു ഇൻഡിവിജ്വൽ സീരീസിൻ്റെ മീൻ ഡീവിയേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. മീഡിയൻ എന്നാണ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സീരീസ് ആദ്യം അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ആ സ്റ്റെപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കണം. സോ ഇങ്ങനെ ആ സ്റ്റെപ്പ് അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ഇനി മീഡിയൻ കണ്ടുപിടിക്കണം. ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ n+1/2 ഐറ്റം ആണ്. സോ 6th ഐറ്റം കിട്ടും. 1 2 3 4 5 6 6th ഐറ്റം 44. സോ 44 ആണ് നമ്മളെ മീഡിയൻ. അപ്പോൾ ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ടത് ഈ 44 എന്നാണ്. അപ്പം 5 - 44 25 - 44 അങ്ങനെ കിട്ടും. ആഡ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ n മീൻസ് നമ്പർ. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ്റെ ഇക്വേഷനിൽ ഇവിടെ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ നമ്മളിവിടെ മീഡിയൻ എടുത്തുകൊണ്ട് ഡിവൈഡഡ് ബൈ മീഡിയൻ. ഓക്കെ. ഇനി
അടുത്തത് സെയിം ആണ്, ബട്ട് ഇവിടെ 2 സീരീസ് തന്നിട്ടുണ്ട്. സോ 2 സീരീസിൻ്റെ കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ മീൻ ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ട് ആരുടേതാണ് മീൻ ഡീവിയേഷൻ ഗ്രേറ്റർ എന്നുള്ള കോയഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കുക, വാരിയബിലിറ്റി മനസ്സിലാക്കാൻ. സോ ഇത് രണ്ടിൻ്റെയും കോയഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിച്ച് ആരുടേതാണ് ഗ്രേറ്റർ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ സീരീസ് എയുടെ വേറെ തന്നെ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ മീഡിയൻ എന്നാണ് ചെയ്യാൻ പറഞ്ഞത്. സോ മീഡിയൻ ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് മീഡിയൻ ഡീവിയേഷൻ കാണും. സെയിം ഹിയർ ഓൾസോ. എന്നിട്ട് നമ്മൾ മീൻ ഡീവിയേഷൻ കണ്ടതിന് ശേഷം കോയഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണും. മീൻ ഡീവിയേഷൻ കാണാൻ അറിയാലോ, കോയഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണും. ഇത് കിട്ടി നമ്മുടെ സീരീസ് 1A. അതേപോലെ സീരീസ് ബിയുടെ ചെയ്യും. ഏതാണ് ഗ്രേറ്റർ എന്നുള്ളത് ഇവിടെ 0.166ഉം ഇവിടെ 0.307. സോ ദിസ് ഈസ് ഗ്രേറ്റർ. സോ ബി ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതണം. സീരീസ് ബി ഈസ് മോർ വാരിയബിൾ. എപ്പോഴും വാരിയബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ആണ് കാണേണ്ടത്. ഓക്കെ, അടുത്തത് മോഡ് വെച്ചിട്ട് കാണുന്ന ഒരു പ്രോബ്ലം കാണാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷനും എങ്ങനെയൊക്കെ കാണാമെന്ന്. ഇവിടെ മീഡിയൻ ആവാം, മോഡ് ആവാം, മീൻ ആവാം. ഓക്കെ, ആ സമയത്ത് ഈ ഡി എന്ന് പറയുന്നത് അതത് സ്ഥലത്തു നിന്നുള്ള വാരിയേഷൻ ആയിരിക്കും. മീനാവാം, മോഡെന്നാവാം, മീഡിയനാവാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിൽ ഒന്നുമില്ല, ഇവിടെ ഒരാളും കൂടെ വരും. ദാറ്റ് ഈസ് സിഗ്മ FT ഡാഷ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി വരുമല്ലോ ഡിസ്ക്രീറ്റ് സീരീസിൽ. അപ്പോൾ ഈ n എന്താവും? വലിയ n ആവും. ഈ ഇക്വേഷനിൽ യാതൊരു വിധ മാറ്റവും ഇല്ല. മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. ഇവിടെ ക്വസ്റ്റ്യൻ കാണാം. എക്സും ഉണ്ടാവും, എഫും ഉണ്ടാവും. എക്സും ഉണ്ടാവും, എഫും ഉണ്ടാവും. മീൻ എന്നാണ് കാണേണ്ടത്. അപ്പോൾ ഇത് ഏത് സീരീസാണ്? ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ കാണേണ്ട ഇക്വേഷൻ എന്താ? സിഗ്മ Fx/n. Fx എന്ന് പറഞ്ഞാൽ എന്താ? F×x, എന്നിട്ട് പിന്നെ സിഗ്മ ചെയ്യണം ഡിവൈഡഡ് ബൈ n. സോ ആദ്യം നിങ്ങളൊന്നും നോക്കണ്ട, മീൻ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ മീൻ കണ്ടുപിടിച്ചപ്പോൾ മീൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? മീൻ എന്നുള്ള ഡീവിയേഷൻസ് കണ്ടുപിടിക്കണം. എക്സ് മൈനസ് മീനാണ്, എക്സ് മൈനസ് മീൻ അത് ചെയ്തു. ഓക്കെ, സോ അടുത്ത നമ്മൾ ഇക്വേഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. F×d ഡാഷ് അല്ലേ? F×d ഡാഷ്. സോ ഡി ഡാഷ് കിട്ടി. ഇനിയോ F×d ഡാഷ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒക്കെ സമ്മപ്പ് ചെയ്യുക. ഡിവൈഡഡ് ബൈ n ആണ്. n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കോളത്തിൻ്റെ ടോട്ടലായിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? മീൻ ഡീവിയേഷൻ കിട്ടി. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ പറഞ്ഞാൽ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഡീവിയേഷൻ 1 ആണ്, മീൻ 1.02 ആണ്. സോ ദിസ് വിൽ ബി യുവർ ആൻസർ. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളിപ്പം ഇത് മീഡിയൻ എന്നാണ് ചോദിച്ചത്. മീഡിയൻ ചോദിച്ചാൽ ആദ്യം നിങ്ങളുടെ സ്റ്റെപ്പ് മീഡിയൻ കണ്ടുപിടിക്കലാണ്. മീഡിയൻ ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതാണല്ലോ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ട് വന്നത് സെൻട്രൽ ടെൻഡൻസിക്കകത്ത്. സോ ആ ഒരു സംഭവം മീഡിയൻ കണ്ടുപിടിക്കുക. പിന്നെ സിമ്പിളാണ്, മീഡിയൻ എന്നുള്ള ഡീവിയേഷൻ എടുക്കുക, പിന്നെ F×d ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്തത് കണ്ടിന്യൂസ് സീരീസിലാണ്. കണ്ടിന്യൂസ് സീരീസിൽ ഇക്വേഷനിൽ യാതൊരുവിധ മാറ്റവും ഇല്ല, ഇത് തന്നെ. ഓക്കെ, കണ്ടിന്യൂസ് സീരീസിൽ അർത്തമെറ്റിക് മീൻ ഡീവിയേഷൻ കാണാൻ പറഞ്ഞപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുക? സെയിം സിഗ്മ Fx/n. ബട്ട് കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ ആദ്യം നമ്മൾ ഇതിൽ നിന്ന് മിഡ് വാല്യൂ എടുക്കണം. മീൻ കണ്ടുപിടിക്കണമെങ്കിൽ മിഡ് വാല്യൂ ആവശ്യമുണ്ട്. മീൻ കണ്ടുപിടിക്കാൻ മിഡ് വാല്യൂ ആവശ്യമുണ്ട്, Fx. സോ F×x ചെയ്യും, നമ്മൾ മീൻ കണ്ടുപിടിക്കും, സിഗ്മ Fx/n. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മീൻ എന്നുള്ള ഡീവിയേഷൻസ് എടുക്കും. വി വിൽ ഫൈൻഡ് ഔട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഇവിടെ കോഎഫിഷ്യൻ്റ് ചോദിച്ചിട്ടുണ്ട്, അതും കൂടെ സി. അടുത്ത പ്രോബ്ലം മീഡിയൻ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് കണ്ടുപിടിക്കുക. അപ്പം ഒന്നും നോക്കണ്ട, ആദ്യത്തെ സ്റ്റെപ്പ് മീഡിയൻ കണ്ടുപിടിക്കില്ല. അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാൻ ആദ്യം ഇത് എക്സ് എഴുതണം, പിന്നെ എഫ് എഴുതണം. പിന്നെ ഇതിൻ്റെ മിഡ് വാല്യൂ, മീഡിയൻ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ മിഡ് വാല്യൂ ആവശ്യമേ ഇല്ല. സോ കുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം. പിന്നെ ഇത്രയും വരെ ഈ 3 കോളം ചെയ്ത ഉടനെ ഈ സ്റ്റെപ്പ് ചെയ്യാം. മീഡിയൻ ഈസ് ഈക്വൽ ടു n/2th ഐറ്റം. കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണുന്നത്. അപ്പോൾ 40th ഐറ്റം കിട്ടി. സോ കുമുലേറ്റീവ് ഫ്രീക്വൻസി കോളത്തിൽ 40 വരുന്നത് ഈ 49 അല്ലേ? 40 കഴിഞ്ഞിട്ട് വരുന്നത് 49. സോ ഇതിനായിരിക്കും നമ്മൾ എന്ത് പറയുക?
മീഡിയൻ ക്ലാസ് എന്ന് പറയാം 20 to 30. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ഇൻ്റർപോളേഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മീഡിയൻ 24 കിട്ടും. മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ മീൻ ഡീവിയേഷൻ കാണേണ്ടത്. മീൻ ഡീവിയേഷൻ കണ്ടിന്യൂസ് സീരീസിൽ കാണേണ്ട ഇക്വേഷൻ ഇതാണ് വലിയ. ഇനി ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് മീഡിയൻ ആണ്. എക്സ് മൈനസ് മീഡിയൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ക്ലാസ് ആണ്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, മിഡ് വാല്യൂ കാണുന്നത്. ബിക്കോസ് എക്സ് മൈനസ് മീഡിയൻ ആണ് ഡി ഡാഷ്. ഡി ഡാഷ് എന്ന് വിളിക്കൂല കേട്ടോ, പാരലൽ ലൈനകത്ത് ഡി. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം അതുകൊണ്ടാണ് ഇവിടെ മിഡ് വാല്യൂ കണ്ടിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ എക്സ് മൈനസ് 24 ആണ് മീഡിയൻ. സോ എല്ലാത്തിൽ നിന്ന് 24 മൈനസ് ചെയ്യുക. ആൻഡ് എഫ് ഡി ആണ്. പിന്നെ ഈ എഫിനടുത്ത് ഇത് ഇൻറ്റു ചെയ്യണം. യു വിൽ ഗെറ്റ് ദി ആൻസർ ലൈക്ക് ദിസ്. ഓക്കെ, പിന്നെ കോഎഫിഷ്യൻ്റ് കാണണമെങ്കിൽ ഡിവൈഡഡ് ബൈ മീൻ ഡീവിയേഷൻ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള മെഷർ ഓഫ് ഡിസ്പേർഷൻ. ക്വസ്റ്റ്യൻ എടുത്തിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളോട് സിംപ്ലി ഒരു ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ കണ്ണും പൂട്ടിക്കൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ചെയ്യേണ്ടത്. ഒന്നും പറയുന്നില്ല മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കാണണം എന്നൊക്കെ പറയുമ്പം ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സംഭവം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇനി പഠിക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ അവിടെ രണ്ട് സീരീസൊക്കെ കമ്പയർ ചെയ്യാനാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിലാണെങ്കിൽ കുറേ വഴികളുണ്ട്. ഞാൻ അതിൽ ഒരെണ്ണം മാത്രം എഴുതുവാണ്. സ്റ്റെപ്പ് ഡീവിയേഷൻ, ഷോർട്ട് കട്ട് മെത്തേഡ്, നോട്ട് സ്റ്റെപ്പ് ഡീവിയേഷൻ, ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ ഉണ്ട് ഇൻഡിവിജ്വൽ സീരീസിൽ. ഞാൻ അതൊന്നും എഴുതുന്നില്ല. ഇതിൻ്റെ ഒരു ബേസ് ഫോർമുല ആയിട്ട് √((x−x⁻) സ്ക്വയർ ഡിവൈഡ് അതുകൊണ്ട് അതും ഞാൻ പറയുന്നില്ല. സോ ഐ ആം concentrating on to this equation. So ഇവിടെ sigma x square by n minus sigma x by n all square. ഇത് എങ്ങനെയെങ്കിലും നിങ്ങൾ ബൈ ഹാർട്ട് പോലെയെങ്കിലും മനസ്സിൽ ഓർമ്മിച്ച് വെക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എങ്ങനെയെങ്കിലും ഈ ഇക്വേഷൻ പഠിച്ച് വെക്കണം. എക്സ് ആണ്, എക്സ് സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ എൻ. എക്സ് സ്ക്വയർ. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ കൂടെയാണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഒരു കോളം വേണ്ട വരും. എന്നിട്ട് ഇങ്ങനെ ഇവിടെ സിഗ്മ എക്സ് സ്ക്വയർ കിട്ടും ടോട്ടൽ ചെയ്താൽ. ഓക്കെ, എൻ ആണ്. എൻ എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്തിട്ട് എഴുതേണ്ടതായിരിക്കാം. പിന്നെ സിഗ്മ എക്സ് ബൈ എൻ, സിഗ്മ എക്സ്. അപ്പോൾ എക്സിൻ്റെ കൂടെയാണ് സിഗ്മ. സോ എക്സ് എന്ന് പറയുന്ന കോളം ടോട്ടൽ ചെയ്ത സാധനവും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. പിന്നെ എൻ ആണ്. പിന്നെ അത് രണ്ടും ചെയ്തിട്ടാണ് ഹോൾ സ്ക്വയർ വരുന്നത്. നമുക്കൊരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഇതാണ് ഇൻഡിവിജ്വൽ സീരീസ്. സോ ഇത് എഴുതി. സോ നമുക്ക് രണ്ട് സാധനമാണ്, സിഗ്മ എക്സ് സിഗ്മ എക്സ് സ്ക്വയർ. സോ സിഗ്മ എക്സ് സ്ക്വയർ കാണുമെങ്കിൽ ആദ്യം എക്സ് സ്ക്വയർ കാണണം, ആഡ് ചെയ്യണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട്. ഇവിടെ ചെയ്യുമ്പം ഇത് വേണം ആദ്യം ചെയ്യാൻ. ഈ ഡിവൈഡ് ചെയ്യുന്ന ഈ സാധനം ചെയ്തിട്ട് വേണം സ്ക്വയർ ചെയ്യാൻ. ഇത് രണ്ടും ഡിവൈഡ് ചെയ്തിട്ട് വേണം സ്ക്വയർ ചെയ്യാൻ. സോ ആൻഡ് ലാസ്റ്റ് ഇത് രണ്ടും പിന്നെ അടുത്ത സ്റ്റെപ്പ് മൈനസ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിരിക്കണം റൂട്ട് കാണേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. സോ മീൻ കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. സി, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ മീൻ കണ്ടുപിടിക്കാം. മീൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 70 ആണ്. 70 ഡിവൈഡഡ് ബൈ 10. സോ 7 ഈസ് അവർ മീൻ. 7 ആണ് നമ്മുടെ മീൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കിവിടെ കിട്ടി ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. ഇതായിരിക്കും നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സോ അതും നിങ്ങൾ ചെയ്യാം. ഓക്കെ, തെറ്റിയിട്ടില്ലല്ലോ. എനിവേ സംഭവം മനസ്സിലായല്ലോ. മീൻ കണ്ടുപിടിക്കുക. ശരിയാണ്. അടുത്തത് നമ്മുടെ ഈ ഒരു ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറുമെന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ എഴുതുക. സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് ഫ്രീക്വൻസി. ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ ആയിരിക്കും. സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഇവിടെ എഫും കൂടെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ സംഭവം. ബട്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആലോചിക്കാനുണ്ട്. അതാണ് ഞാനിനി പറയുന്നത്. ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം നോക്കാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സും ഉണ്ടാവും എഫും ഉണ്ടാവും.
അല്ലേ? ക്വസ്റ്റ്യനിൽ എക്സും എഫും തരും. അങ്ങനെയുള്ള സീരീസിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഇനി എഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എഫ് എക്സും സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയാണോ എഫ് എക്സ് ചെയ്തിട്ട് എഫ് എക്സ് സ്ക്വയർ ആക്കണം, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതാണ് സംസാരിക്കുന്നത്. ആദ്യം ഇത് ചെയ്യണമെങ്കിൽ ആദ്യം എക്സ് സ്ക്വയർ ചെയ്യണം. ഓക്കെ, ഈ എക്സിനെ സ്ക്വയർ ചെയ്യണം, എന്നിട്ട് ഇങ്ങനെ ഇടണം. എന്നിട്ട് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ, എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ, എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ ഇതെന്താ മീനിങ്? എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർ ചെയ്യണം, പിന്നെ എഫും എക്സ് സ്ക്വയറും ഇൻറ്റു ചെയ്യണം. എന്നിട്ട് ആ കോളത്തിൻ്റെ ടോട്ടലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പിന്നെ നമുക്കിവിടെ വേണ്ടത് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് എക്സ് കണ്ടുപിടിക്കണം, എഫ് ഇൻറ്റു എക്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ കോളത്തിൻ്റെ ടോട്ടലും നമുക്ക് ആവശ്യമുണ്ട്. ബാക്കി എൻ ആണ്. എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസീൻ്റെ ടോട്ടലിൻ്റെ കോളമാണ് എൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യം നമുക്ക് വേണം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മാർക്കും ഉണ്ട് സ്റ്റുഡൻറ്റും ഉണ്ട്. സോ എക്സും ഉണ്ട് എഫും ഉണ്ട്. എക്സ് ആൻഡ് എഫ് നമുക്ക് ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം വേണ്ടത് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. അപ്പം നമ്മൾ എക്സ് സ്ക്വയർ ചെയ്യുന്നു, എന്നിട്ട് എഫും എക്സ് സ്ക്വയറും ഇൻറ്റു ചെയ്യുന്നു. ആ കോളത്തിൻ്റെ ടോട്ടൽ നമുക്ക് 2044 കിട്ടിയതാണ് ഫസ്റ്റത്തെ. ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസീൻ്റെ ടോട്ടൽ മൈനസ് മൈനസ് മൈനസ്, ഇവിടെ മൈനസ് ആണ്. ഓക്കെ, കുട്ടികൾ അധികം ഇവിടെയും തെറ്റിച്ച് വെച്ചത് കാണലുണ്ട്. ഇവിടെ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയം വരും, ഇവിടെ മൈനസ് ആണോ പ്ലസ് ആണോ. ഞാൻ നോക്കിയേ, ഞാൻ കട്ടിയിൽ വരഞ്ഞ് 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 മൈനസിനെ ഇങ്ങനെ കട്ടിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഓർമ്മ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. ഇതായി. ഇനിയായിട്ട് എഫ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഇൻറ്റു എക്സ്, അപ്പോൾ എഫ് ഇൻറ്റു എക്സ് ചെയ്യുക ആ കോളത്തിൻ്റെ ടോട്ടൽ. സോ ദാറ്റ് ഇസ് 294 ഡിവൈഡഡ് ബൈ എൻ. എന്നിട്ട് വേണം സ്ക്വയർ ചെയ്യാൻ. സോ ആദ്യം ഇത് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്യുക, രണ്ടും മൈനസ് ചെയ്യുക, റൂട്ട് ചെയ്യുക. ഇറ്റ്സ് യുവർ ആൻസർ. ഓക്കെ, നൗ കണ്ടിന്യൂസ് സീരീസിലും ഈ ഇക്വേഷനിൽ ഒരു മാറ്റവും ഇല്ല. കണ്ടിന്യൂസ് സീരീസിലും ഈക്വേഷൻ ഒരു മാറ്റമില്ല. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മിഡ് വാല്യൂ കണ്ടുപിടിക്കേണ്ട വരും. അത്രയേ ഉള്ളൂ, മിഡ് വാല്യൂ കണ്ടുപിടിക്കേണ്ട വരും. ഓക്കെ, എപ്പോഴും കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീന് നിങ്ങൾക്ക് എന്തായാലും എല്ലാത്തിലും കണ്ടുപിടിക്കേണ്ടി വരും. ബിക്കോസ് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാത്തിലും നമ്മൾ മീനും കണ്ടുപിടിക്കേണ്ടി വരും. സോ എല്ലാ സീരീസിലും മീന് കണ്ടുപിടിക്കേണ്ടതും നിങ്ങൾ പഠിച്ച് വെക്കണം. ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസ്. ഇനി വാരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കറക്ഷൻ ഇൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ വാരിയൻസ് എന്ന് വിളിക്കുക. അതായത് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് ചോദിക്കുക. ഏതെങ്കിലും രണ്ട് സെക്ഷൻസ് ഓഫ് ആൾക്കാരെ തരും, എന്നിട്ട് നിങ്ങളോട് കമ്പയർ ചെയ്യണം ഏതാണ് മോർ വാരിയബിൾ എന്നൊക്കെയാണ് ചോദിക്കുക. ഒരുപോലത്തെ എക്സാം പേപ്പറിൽ ബാറ്റ്സ്മാൻ്റെ എന്തൊക്കെയോ ആവറേജ് എന്തുണ്ടൊക്കെയോ തന്നിട്ട് ആർക്കാണ് ബെസ്റ്റ് കൺസിസ്റ്റ് അങ്ങനെ എന്താണ്ടോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി. സോ ഇങ്ങനെ രണ്ടെണ്ണമായിരിക്കും തരിക. ഏതാണ് സീരീസ് എന്ന് നോക്കുക, ഏത് സീരീസിൽ എങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് ആദ്യം വരിക. എപ്പോഴും മീൻ കണ്ടുപിടിക്കാൻ പഠിക്കുക. അതിനുശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഇട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. അതായത് നമ്മുടെ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് ബൈ എഫ് എക്സ് സ്ക്വയർ. ഇത് ഈ സാധനം, ദിസ് വൺ. ഇതിൽ തന്നെ ഷോർട്ട് കട്ട് മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളതൊക്കെ പഠിക്കണം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക, പിന്നെയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. എന്നിട്ട് ഏതിലാണോ കൂടുതൽ നോക്കണം. ഇപ്പം ഈ കേസ് ആണെങ്കിൽ എവിടെ ഇതാ ഒന്നാമത്തെ ആളത് നമ്മൾ ഇത്രയും ചെയ്തിട്ട് കിട്ടിയതാണ് 23.72. പിന്നെ സെക്ഷൻ ബിയുടെ ചെയ്തപ്പം 24.19. ഏതിനാ വാരിയബിലിറ്റി കൂടുതൽ? ബി. സോ നിങ്ങൾ എഴുതണം കോഎഫിഷ്യൻ്റ് ഓഫ് വാരിയേഷൻ ഇസ് മോർ ഫോർ സെക്ഷൻ ബി. സെക്ഷൻ ബി ഈസ് മോർ വാരിയബിൾ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, സോ കമ്പൈൻഡ് മീനൊക്കെ ഞാൻ എടുത്ത് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു, കറക്ഷൻസ് നമ്മൾ ചെയ്തു. ഇനിയും ഉണ്ടാവും വെറൈറ്റി ഓഫ് മോഡൽസ്, അതൊക്കെ പഠിക്കാം. ഓക്കെ, ഇനി വരുന്നത് ഞാനിനി ചെയ്യാൻ ബാക്കിയുള്ളത്
ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ആ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെൻട്രൽ ടെൻഡൻസി കംപ്ലീറ്റ് ചെയ്തു. ഡിസ്പേർഷനാണ് അടുത്ത് വരുന്നത്, കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വരുന്നത് ഇൻഡെക്സ് നമ്പേഴ്സാണെന്ന് തോന്നുന്നു, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്തു. റേഷ്യോ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഇക്വേഷൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രോബ്ലം പാർട്ട് മാത്രമാണ്. അതിൻ്റെ വീഡിയോസ് ഓൾറെഡി എൻ്റെ പ്ലേലിസ്റ്റിനകത്ത് കാണാൻ പറ്റും. മെട്രിക്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. എന്തായാലും 1-2 നല്ല കുറച്ച് ഹൈ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്റേഴ്സാണ് ഇതെല്ലാം. ഇൻഡെക്സ് നമ്പേഴ്സിനും അങ്ങനെ തന്നെ എസ്സേ ടൈപ്പ് പ്രോബ്ലം ഒരുപാട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇക്വേഷൻസ് പഠിച്ചു. പിന്നെ സെറ്റ്, പിന്നെന്താ ട്രൂത്ത് ടേബിള്, വേറെ ഏതെങ്കിലും ഉണ്ടോ? ഓക്കെ, സോ നമ്മൾ ഇത്രയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് ഈ ഇൻട്രൊഡക്ഷനിൽ ടാബുലേഷൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടുണ്ട്, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ സെറ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മെട്രിക്സ് ഏതിൻ്റെ കൂടെയാണെന്ന് ഓർമ്മയില്ല, സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ടാബുലേഷൻ ചോദിച്ചത്. ബട്ട് എന്നിട്ടും അവർ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ സെറ്റിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. സെറ്റിൻ്റെ പ്രോബ്ലത്തിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന മേലത്തെ ഡാറ്റേനെ ടേബിൾ ഫോമിലോട്ട് എഴുതുന്നോ ടാബുലേഷൻ ആക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. സോ ടാബുലേഷൻ, പിന്നെ ഇതിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഡിസ്പേർഷൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഒരു സ്ക്യൂനെസ് ഉണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല മക്കളെ, നിങ്ങളത് സ്വന്തമായിട്ട് പഠിക്കണം, എളുപ്പമാണ്. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ അത് തന്നെ റേഷ്യോസ്, ഇക്വേഷൻസ്, പ്രപ്പോർഷൻസ്, പ്രപ്പോർഷൻസ്. ഓക്കെ, ഇനി നോക്കിക്കോളണേ, സിലബസ് നന്നായിട്ട് നോക്കുക. ഓക്കെ, എൻ്റെ ഫോണിനകത്താണ്, സോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നൊന്നുമില്ല. സോ ഏകദേശം ഇതൊക്കെ ആയിരിക്കും വരിക. ഇതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബട്ട് എക്സാമിൻ്റെ പേപ്പറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കിരുന്ന് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തരാനുള്ള ടൈമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് പോകാത്തത്. അതിൽ ഞാൻ ഒന്ന് കണ്ണോടിച്ച് നോക്കിയിട്ടുണ്ടായി. പിന്നെ ചോദിച്ചതിൽ ഏതോ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഇത്തിരി കട്ടിയുള്ള പോലെ എനിക്ക് തോന്നി. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ എല്ലാം ചെയ്യുന്ന പോലെ തന്നെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ചോദിച്ചതായിട്ട് ഞാൻ കണ്ടത്. ഇൻവേഴ്സ് ഉണ്ടായി, ക്രാമേഴ്സ് റൂൾ ഉണ്ടായി, ഒരു ദിസ് വൺ മീൻ്റെത് മീൻ വേജ്, മീഡിയൻ വേജ്, മോഡ് വേജ്. അപ്പോൾ അത് മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ കണ്ടു. പിന്നെ നമ്മളെ തിയറംസ് ഓഫ് സെറ്റിൻ്റെ തിയറംസുമായിട്ട് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള പോലത്തെ ഒരു പ്രോബ്ലം കണ്ടു. അതിൻ്റെ താഴെയാന്ന് തോന്നുന്നു ടാബുലേഷനും കൂടെ വന്നത് എന്നാണ് എനിക്കൊരു തോന്നൽ. പിന്നെന്തെന്നാ സെറ്റിൽ നിന്ന് വീണ്ടും 2 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് ചോദിച്ചാൽ കണ്ടു. സോ എല്ലാം ഒന്ന് കവർ ചെയ്ത് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദ വെരി 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 ബെസ്റ്റ്. ഓക്കെ.